എന്നെ വിളിച്ചത്? എന്നെ മനസ്സിലായില്ലേ? എന്നെ പരിചയമില്ലേ? ഒന്ന് തൊട്ട് നോക്കിക്കേ, ഞാൻ ആരാണെന്ന്. ഇത് ഇത് വെള്ളിച്ചിറകുള്ള മാന്ത്രിക കുതിര. അതെ, ഞാൻ തന്നെയാണ്, പെഗസസ്. എന്നെ മറന്നുപോയോ? ഓ, പെഗസസ്. ഇല്ല, ഞാൻ മറന്നിട്ടില്ല. 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് വിഷയത്തിൽ ദ മിറർ എന്ന പാഠത്തിലെ ആക്ടിവിറ്റി സ്റ്റോറിയായ മാജിക് മിററിൽ സ്മിത ടീച്ചർ പഠിപ്പിച്ചു തന്ന ആ പെഗസസ്, കാടും മേടും കടന്ന് വായുവിലൂടെ പറക്കുന്ന ആ പെഗസസ് ഞാൻ മറന്നിട്ടില്ല. വെള്ളിച്ചിറകുള്ള പെഗസസ് ഞാൻ മറന്നിട്ടില്ല. പെഗസസ് എങ്ങനെയാ ഇവിടെ വന്നത്? അർച്ചനയുടെയും അഞ്ജനയുടെയും സങ്കടം കണ്ടിട്ട് വന്നതാ. അതിരിക്കട്ടെ, അർച്ചനയ്ക്ക് എന്താണ് വിഷമം? അത് പെഗസസ്, നാളെ ലൂയി ബ്രെയിൽ ഡേ അല്ലേ? മുൻവർഷങ്ങളിൽ ലൂയി ബ്രെയിൽ ഡേ പോലുള്ള എല്ലാ പരിപാടികളും ഞങ്ങൾ വളരെ ഗംഭീരമായി തന്നെ സ്കൂളിൽ ആഘോഷിക്കുമായിരുന്നു. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കുന്നില്ല. ഒരാഘോഷങ്ങളും നടത്താനും സാധിക്കുന്നില്ല. അതോർക്കുമ്പോൾ ഒത്തിരി സങ്കടം തോന്നാം. ഓ, സാരമില്ല, നമുക്ക് വഴിയുണ്ടാക്കാം. കോവിഡ് കാലം ആയതുകൊണ്ടല്ലേ നിങ്ങൾക്ക് സ്കൂളിൽ പോകാൻ സാധിക്കാത്തത്. അർച്ചനക്കുട്ടി വിഷമിക്കേണ്ട, സ്കൂളിൽ പോയാൽ പോരെ? നമുക്ക് പോകാം, ഞാൻ കൊണ്ടുപോകാം. മോളുടെ അനുജത്തിക്കുട്ടിയെ കൂടെ കൂട്ടിക്കോളൂ. പെഗസസ്, എനിക്കൊരാഗ്രഹം കൂടിയുണ്ട്. അർച്ചനയ്ക്ക് എന്താണ് ആഗ്രഹം? എന്നെ പോലെ തന്നെ എന്റെ കൂട്ടുകാരും സ്കൂളിൽ പോകാൻ സാധിക്കാതെ വളരെ സങ്കടത്തിലാണ്. അവരെ കൂടി സ്കൂളിലേക്ക് കൊണ്ടുവരാമോ? ഓ, അത്രയുള്ളോ? ആരൊക്കെയാണ് അർച്ചനക്കുട്ടിയുടെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ മതി. അവരെയൊക്കെ അവരുടെയൊക്കെ വീടുകളിൽ പോയി ഇതുപോലെ കൊണ്ടുവരാം. എന്നിട്ട് ഓരോരുത്തരെയായി സ്കൂളിലെത്തിക്കാം, പോരെ? പക്ഷേ പെഗസസ്, ഞങ്ങൾ എങ്ങനെ തിരിച്ചു വരും? സാരമില്ല, പരിപാടികൾ കഴിയുമ്പോൾ എന്നെ ഉറക്കെ വിളിച്ചാൽ മതി. ഞാൻ വരാം. ഞാൻ വന്ന് തിരിച്ചു കൊണ്ടുവരാം. ശരി, നമുക്ക് പോകാം. എന്റെ പുറത്ത് കയറി ഇരുന്നോളൂ. അയ്യോ പെഗസസ്, ഞാൻ വീണു പോകില്ലേ? എനിക്ക് പേടിയാകുന്നു. അയ്യോ അയ്യോ. അർച്ചനക്കുട്ടി പേടിക്കണ്ട, വീഴില്ല. അർച്ചനക്കുട്ടി ഇരിക്കുന്നത് എന്റെ പുറത്തല്ലേ. ഞാൻ വായുവിലൂടെ പറക്കുമ്പോൾ അർച്ചനക്കുട്ടി ചുറ്റുവട്ടമുള്ള കിളികളുടെ ശബ്ദവും പുഴയിൽ ഓളങ്ങളുടെ ശബ്ദവും ഒക്കെ കേട്ട് ആസ്വദിച്ചുകൊള്ളൂ. അർച്ചനക്കുട്ടി വീഴില്ല, പേടിക്കേണ്ട കേട്ടോ.